എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ എൻ്റെ പേര് ശ്രുതി എന്നാണ്. ഇന്നത്തെ വീഡിയോൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ ക്രിസ്മസ് ആയിട്ട് റിലേറ്റഡ് ആണ് കേട്ടോ. ക്രിസ്മസ് ഒക്കെ ഇങ്ങ് അടുക്കാറായില്ലേ, ഒരു 1.5 മാസം കഴിഞ്ഞാൽ ക്രിസ്മസ് ആയി. അപ്പോൾ ക്രിസ്മസ് വരുമ്പോഴത്തേക്കും നമ്മൾ ഒരുപാട് പ്രിപ്പറേഷൻസ് മുന്നേ തന്നെ ചെയ്യുമല്ലേ. ക്രിസ്മസ് എന്ന് ആലോചിക്കുമ്പോഴത്തേക്കും നമ്മൾ നമ്മുടെ വീട്ടിൽ ഏറ്റവും ആദ്യം പ്രിപ്പയർ ചെയ്യുന്നത് ഇതുപോലെ നല്ല അടിപൊളി വൈനാണ് കേട്ടോ. നല്ല വീര്യമുണ്ട്, നല്ല കളറും രുചിയും ഒക്കെ അസാധ്യമാണ്. അപ്പോൾ ഇത്തവണ ഇതുപോലെ ഒന്ന് നിങ്ങൾ വൈൻ പ്രിപ്പയർ ചെയ്തിട്ട് നോക്കണം. ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത്. നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനും ഫ്രണ്ട്സിനും ഒക്കെ ഈ ഒരു വൈനിൻ്റെ റെസിപ്പി ഒന്ന് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം. അപ്പോൾ നമുക്ക് വേഗം നമ്മുടെ വീഡിയോയിലോട്ട് കിടക്കാം. അതിനു മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. നിങ്ങളുടെ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിലാണ് എനിക്ക് കൂടുതൽ വീഡിയോസ് ഇടാനായിട്ടുള്ള ഒരു ഉത്സാഹം ഉണ്ടാവുള്ളൂ അല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയേണ്ട, നമ്മുടെ വൈൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടിട്ട് വരാം. ജാമുൻ അഥവാ നമ്മുടെ ഞാവൽപ്പഴം വൈൻ ഇടുന്നതിൻ്റെ ആദ്യപടി എന്ന് പറയുന്നത് നമ്മൾ ഞാവൽ നന്നായിട്ട് കഴുകിയിട്ടെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ബക്കറ്റിൽ സാധാരണ പച്ചവെള്ളമാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് നമ്മൾ മേടിച്ച് വെച്ചിരിക്കുന്ന 5 കിലോളം വരുന്ന ഞാവൽപ്പഴം ഇട്ട് കൊടുക്കുകയാണ്. ഇങ്ങനെ കഴുകിയെടുക്കുന്നതിനായിട്ട് നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ഉപയോഗിക്കേണ്ടതായിട്ടില്ല കേട്ടോ. ഞാൻ ഉദ്ദേശിച്ചത് നമ്മൾ വല്ല ഫ്രൂട്ട് വാഷോ അല്ലെങ്കിൽ വെജി വാഷോ അല്ലെങ്കിൽ സാധാരണ ഉപ്പോ അങ്ങനെ ഒന്നും ഇതിന് ആയിട്ട് ഉപയോഗിക്കേണ്ട കാര്യമില്ല. നമ്മൾ 2-3 പ്രാവശ്യം നന്നായിട്ട് ഇതിനെ ഉടച്ച് കൈ കൊണ്ട് പിടിച്ച് ഞെക്കൊന്നും ചെയ്യരുത്. നമ്മൾ സാധാരണ കഴുകിയെടുക്കുന്ന പോലെ ഒരു 2-3 പ്രാവശ്യം വെള്ളം മാറ്റിയിട്ട് നല്ല പോലെ ഒന്ന് കഴുകിയിട്ടെടുക്കുക. അത്ര മാത്രമേ ഇതിനകത്ത് ചെയ്യാനായിട്ട് ഉള്ളൂ. ഇപ്പോൾ ഇത് 5 കിലോ ഉണ്ടെങ്കിലും നമ്മളിത് കഴിയുന്ന തുടച്ചൊക്കെ എടുക്കുമ്പോഴത്തേക്കും നമുക്കിതിൽ ചെറിയ കേടുള്ളതോ അല്ലെങ്കിൽ പൊട്ടിയതോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കത് എടുത്ത് മാറ്റേണ്ടതായിട്ട് വരും. അപ്പോൾ ആദ്യ പടി എന്ന് പറയുന്നത് നന്നായിട്ട് ഇതിനെ കഴുകിയെടുക്കുക എന്നുള്ളതാണ്. അതാണ് ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും എനിക്ക് കിട്ടിയ ഞാവൽപ്പഴം അത്യാവശ്യം വലിപ്പമുള്ളതും നല്ല കളറുള്ളതും മധുരമുള്ളതാണ് കേട്ടോ. അപ്പോൾ അതാ ഞാൻ പറഞ്ഞില്ലേ, ഇതിൽ ഇടയ്ക്ക് ഇതുപോലെ ചിലതിന് ചെറിയ കേടൊക്കെ ഉണ്ടാവും. അത് നമ്മൾ എടുത്തു മാറ്റണം. ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മുടെ വൈന് ഇങ്ങനെ പൂപ്പലൊക്കെ വരാൻ ചാൻസ് കൂടുതലാണ്. അങ്ങനെ കഴുകിയൊക്കെ എടുത്തു. അപ്പോൾ കഴുകി എടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ചെറിയ പൊട്ടലുള്ളതും ചീച്ചിലുള്ളതും ഒക്കെ ഞാൻ എടുത്തു മാറ്റിയിട്ടുണ്ട്. അതിനുശേഷമാണ് നല്ല വൃത്തിയുള്ള ഒരു തുണിയിലേക്ക് ഞാനിത് വിരിച്ചിട്ട് അങ്ങ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിലത്തെ വെള്ളം ഒരു പരിധി വരെ ഈ തുണിയിൽ അങ്ങ് വലിഞ്ഞു കിട്ടിക്കോളും. ശേഷം നമ്മൾ ഓരോന്നും എടുത്തിട്ട് തുടച്ച്, നല്ല വൃത്തിയുള്ള തുണി എല്ലാത്തിനും ഉപയോഗിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഓരോന്നും എടുത്ത് നമ്മൾ തുടച്ചിട്ട് വേണം ഉപയോഗിക്കാനായിട്ട്. അപ്പോൾ അതിന് മുന്നേ ഞാൻ ഈ തുണിക്കകത്തൊന്ന് വിരിച്ചിട്ടു എന്നേ ഉള്ളൂ. ഈ കാണിക്കുന്ന പോലെ നല്ല ഫിനിഷിംഗ് ഉള്ള ഒരു പൊട്ടൽ പോലും ഇല്ലാത്തതാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. അതിൽ നിങ്ങൾ ഒരു പിശുക്കും കാണിക്കരുത് കേട്ടോ. അപ്പം ഞാൻ ഇപ്പോൾ എല്ലാം തുടച്ചെടുത്തിട്ടുണ്ട്. എല്ലാം സൂപ്പർ ആയിട്ടുള്ള നമ്മളുടെ ഞാവൽപ്പഴം ആണ്. അപ്പോൾ ഇതുപോലെ ഒരു കേടുപാടില്ലാത്തതാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ഇതിനെ ഞെട്ടി പൊട്ടിച്ച ഭാഗത്തുള്ള ഒരു പാടെന്ന് പറയുന്നത് കുഴപ്പമില്ല കേട്ടോ. അതല്ലാണ്ടുള്ള ചീച്ചിലും പൊട്ടലും ഒക്കെ ഉള്ളതാണ് എടുത്തു മാറ്റാനായിട്ട് ഞാൻ പറയുന്നത്. അപ്പോൾ ഞാൻ പറയുന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ. ഇനി ഞാൻ എടുത്തു മാറ്റിയ ഞാവൽപ്പഴങ്ങളിൽ നിന്നുള്ളത് 1-2 ഞാൻ കാണിച്ചു തരാം. ഇതാ കണ്ടോ, ഇതുപോലെ ചെറിയ പൊട്ടലുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചത്. പിന്നെ കണ്ടോ, ഇതുപോലെ തുമ്പത്ത് ചെറിയ ചീച്ചിലുള്ളതും എടുത്തു മാറ്റണം. അല്ലാത്തതൊക്കെ നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. ഇത് രണ്ടുമാണ് നിങ്ങൾ മാക്സിമം ശ്രദ്ധിച്ചിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ. പിന്നെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഞാനിപ്പോൾ മാറ്റി വെച്ചതിൽ നിന്ന് കാണിക്കാം. ഇതിൻ്റെ കണ്ടോ, ഈ ഞെട്ടിയുടെ ഭാഗമാണുള്ളത്. ഇത് അവർ പൊട്ടിക്കുമ്പോൾ ഞെട്ടി പൊട്ടിച്ചിട്ടാണല്ലോ എടുക്കുന്നത്. അത് വരുന്ന ഒരു ഹോളാണ് കേട്ടോ. അതിന് പ്രശ്നം ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ജാമുൻ്റെ കാര്യത്തിൽ അഥവാ ഞാവൽപ്പഴത്തിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ വാങ്ങിച്ചത് 5 കിലോ ആണെങ്കിലും നമ്മൾ പൊട്ടിയത് എടുത്തു മാറ്റി അല്ലെങ്കിൽ കേടുള്ളത് എടുത്തു മാറ്റി വന്നപ്പോഴത്തേക്കും ഒരു 4 കിലോളം ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ മാറ്റി വെച്ചു. ഇനി ഇതിലേക്ക് വേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 4 പീസ് ചെറിയ നീളത്തിലുള്ള പട്ട എടുത്തിട്ടുണ്ട്, ഒരു 5-6 ഗ്രാമ്പു എടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു കപ്പിൽ നിറച്ച് ഞാൻ ഗോതമ്പ്, മുഴത്തോടെയുള്ള ഗോതമ്പാണ്, അത് ഞാൻ എടുത്തിട്ടുണ്ട്. അത് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം നമുക്ക്. ഈ പറഞ്ഞ പോലെ ഗോതമ്പ് നല്ല പോലെ കഴുകി
വെയിലത്ത് വെച്ച് ഉണക്കിയിട്ട് വേണം കേട്ടോ ഉപയോഗിക്കാനായിട്ട്. അതുപോലെ 2 തടിത്തവിയാണ് എടുത്തിരിക്കുന്നത്. ഇത് പുതിയതാണ് കേട്ടോ, ഇതിന് വേണ്ടി മാത്രം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നതാണ്. അപ്പോൾ 2 തടിത്തവി ഇതുപോലത്തെ എടുക്കുക. നമുക്കിതിൽ കുറേ എന്താ പറയുക ഇളക്കാനും കുത്താനും ഒക്കെ ഉണ്ട്, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അതുപോലെ ഞാനിവിടെ ഒരു 4 കിലോളം പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഇതിൽ മുഴുവൻ നമുക്ക് ആവശ്യമില്ല കേട്ടോ, ഞാൻ 3 കിലോ ആണ് ഉപയോഗിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഒരുക്കി വെക്കണം. അപ്പോൾ അടുത്തത് നമുക്ക് വൈനിടാനായിട്ട് നല്ലൊരു ഭരണി വേണം. അപ്പോൾ ഞാൻ നമ്മുടെ ഭരണി നല്ല പോലെ കഴുകി വെയിലത്ത് വെച്ച് ഉണക്കി ഇതിനകത്ത് ഒരു തുള്ളി പോലും വെള്ളം ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ട് എടുത്തു വെച്ചിരിക്കുന്നതാണ് കേട്ടോ. ഇതിലാണ് നമ്മൾ വൈനിടേണ്ടത്. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കാര്യത്തിലും വെള്ളത്തിൻ്റെ ഒരു അംശം പോലും ഉണ്ടാവാനായിട്ട് പാടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും എടുത്തെടുത്ത് പറയുന്നത്. അപ്പോൾ നമ്മൾ വൈനിടുന്നത് ഇതിലാണ്. ഇതിൻ്റെ അകത്ത് പിന്നെ മൂടിക്കും ഉള്ളിലും ഒന്നും ഒരു തുള്ളി പോലും വെള്ളം പാടില്ല കേട്ടോ. നല്ല പോലെ വെയിലത്ത് വെച്ച് 1-2 ദിവസം നിങ്ങൾക്ക് എടുത്ത് വെയിലത്ത് വെച്ചിട്ട് ഉണക്കിയിട്ട് വേണം ഈ ഭരണി എടുക്കാനായിട്ട്. ഇതുപോലെ ഒരു വെള്ള തുണി, കോട്ടൻ്റെ ആയിരിക്കണം, ഒരു വെള്ള തുണിയും കൂടി നമ്മൾ റെഡിയാക്കിയിട്ട് വെക്കണം. നല്ല പുതിയ തുണിയാണെങ്കിൽ അത്രയും നല്ലത് കേട്ടോ. ഇത് വേറെ ഒന്നിനും വേണ്ടിയിട്ടല്ല, നമുക്ക് ഈ ഭരണി എല്ലാം ചെയ്തതിന് ശേഷം ഒന്ന് നന്നായിട്ട് കെട്ടി വെക്കണം, അതിന് വേണ്ടി ഉപയോഗിക്കാനാണ് കേട്ടോ. അപ്പോൾ ഭരണിയിലേക്ക് നമ്മൾ ആദ്യം ഇടാൻ പോകുന്നത് ഒരു 2 കഷ്ണം പട്ടയും ഒരു 3 ഗ്രാമ്പൂവും 1 കൈപ്പിടിയോളം ഗോതമ്പുമാണ്. അതിൻ്റെ മേലെ ഭാഗത്തായിട്ട് നമ്മൾ ഇതിൽ നിന്നും ഒരു പകുതിയോളം ഞാവൽ പഴം കൂടിയും ഇട്ട് കൊടുക്കണം. അതിനുശേഷം നമ്മൾ ഇതിൽ നിന്ന് 1 കിലോളം പഞ്ചസാര നമ്മൾ ഇതിൻ്റെ പുറത്തേക്ക് നിരത്തി കൊടുക്കണം. വീണ്ടും ബാക്കിയുള്ള ഞാവൽപ്പഴം അതിന് മേലേക്ക് നിരത്തുക. വീണ്ടും 1 കൈപ്പിടിയോളം ഗോതമ്പും പിന്നെ ഒരു 2 പട്ടയും ഗ്രാമ്പൂവും ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും മേലേക്ക് നമ്മൾ പഞ്ചസാര നിരത്തി കൊടുക്കുക. അങ്ങനെയാണ് നമ്മൾ ഇതിനെ ഒന്ന് ലെയർ ചെയ്തിട്ട് എടുക്കുന്നത്. അങ്ങനെ നിങ്ങൾക്ക് 2-3 ലെയർ വേണമെങ്കിൽ ചെയ്യാം കേട്ടോ. അപ്പോൾ മുഴുവൻ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ അടുത്തതായിട്ട് ചെയ്യേണ്ടത് നമ്മളുടെ തവി വെച്ചിട്ട്, അതായത് മരത്തവി തന്നെ ഉപയോഗിക്കണം കേട്ടോ. മരത്തവി ഉപയോഗിച്ചിട്ട് നമ്മൾ നന്നായിട്ട് ഇതിനെ ഒന്ന് കുത്തി ഇളക്കി കൊടുക്കണം. അതായത് നമ്മളുടെ ആ ഒരു ഫ്രൂട്ടിൽ നിന്നുള്ള കുറച്ചെങ്കിലും അതിൻ്റെ ഒരു ചാറൊക്കെ ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അല്ലെങ്കിൽ അതങ്ങനെ കല്ല് പോലെ കിടക്കും. അത് ഒഴിവാക്കാൻ പെട്ടെന്ന് അതിൽ നിന്ന് നീരിറങ്ങാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ നല്ലോണം ഒന്ന് കുത്തി കൊടുക്കുന്നത് കേട്ടോ. കുറച്ചൊക്കെ ഒന്ന് ഉടഞ്ഞു കിട്ടും ആ ഒരു സമയം കൊണ്ട്. ഒരു 5 മിനിറ്റോളം നല്ലോണം കുത്തി കൊടുത്താൽ മതിയാവും. ഇപ്പം നിങ്ങൾ നോക്കിക്കേ, ഒന്ന് ഉടഞ്ഞ് ഒക്കെ കിട്ടിയിട്ടുണ്ടല്ലേ. നമ്മളുടെ ആ ഒരു തവി വെച്ചിട്ട് പ്രസ് ചെയ്യണതിൻ്റെ ഒരു ഇതുപോലെ ഇരിക്കും കേട്ടോ ഇതിൻ്റെ ഉടച്ചിൽ എന്ന് പറയുന്നത്. എന്നാലും ഒരു കുറച്ച് നമുക്ക് അങ്ങനെ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ കേട്ടോ. അപ്പോൾ ഇത്രയും മതിയാവും. ഇനി നമുക്ക് അടുത്ത ഇതായിട്ട് ചെയ്യേണ്ടത് ഇതിൻ്റെ മൂടി വെച്ചിട്ട് നമ്മൾ അടച്ചു കൊടുക്കണം. നല്ല ഉറപ്പിൽ വായു കടക്കാത്ത മാതിരി തന്നെ ഇത് വെച്ച് കൊടുക്കണം കേട്ടോ. ഒരു തരി പോലും വായു കടക്കാനുള്ള ഇട ഉണ്ടാവരുത്. അപ്പോൾ അതൊന്നും ഉറപ്പ് വരുത്താം. അതിനുശേഷം നമ്മളിതാ ഈ വൈറ്റ് തുണി വെച്ചിട്ട്, കോട്ടൻ്റെ തുണിയാണ്, അത് വെച്ചിട്ട് നമ്മൾ ഇതിനെ കെട്ടി കൊടുക്കാനായിട്ട് പോവാണ്. അപ്പം നല്ല മുറുക്കനെ തന്നെ നിങ്ങൾ കെട്ടി കൊടുക്കണം കേട്ടോ. ഒരിക്കലും അതിനകത്തേക്ക് വായു കടക്കാനായിട്ട് പാടില്ല. അപ്പം നല്ലോണം അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നല്ല പോലെ വരിഞ്ഞ് കെട്ടാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ നല്ല ഭദ്രമായിട്ട് കെട്ടി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊരു നല്ല പോലെ ഡാർക്കായിട്ടുള്ള ഒരു പ്ലേസിലേക്ക് നമ്മൾ മാറ്റി വെക്കണം കേട്ടോ. ഒരു ഇരുട്ടായിട്ടുള്ള ഒരു സ്ഥലം ഇതിനായിട്ട് കണ്ടെത്തണം. ഞാനൊരു കബോർഡിൻ്റെ ഉള്ളിലാണ് കേട്ടോ ഇതെടുത്ത് വെക്കുന്നത്. മേലെ ഒരു കമ്പിളി പോലെ എന്തെങ്കിലും ഇട്ട് മൂടുകയും ചെയ്യും. ഇനി അടുത്ത 3 ദിവസങ്ങളിൽ നമ്മൾ ഇപ്പോൾ ഈ ഒരു ഇളക്കി ഒരു സമയം ഉണ്ടല്ലോ, ഞങ്ങളിവിടെ ഒരു 5-5:30 മണിക്കാണ് ഇത് നമ്മൾ ചെയ്തത്. അപ്പോൾ അടുത്ത ദിവസം അതേ സമയത്ത് 5:30 മണിക്ക് തന്നെ നമ്മളതെടുത്തിട്ട് പുറത്തേക്ക് എടുത്ത് നല്ലോണം ഇളക്കി കൊടുക്കണം. അങ്ങനെ 3 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ചെയ്യണം. അപ്പോൾ ഞാനിത് കബോർഡിൻ്റെ ഉള്ളിലേക്ക് എടുത്തു വെക്കാനായിട്ട് പോവാണ്. നാളെ ഇതേ സമയത്ത് ഞാൻ പുറത്തെടുക്കുമ്പോൾ കാണിച്ചു തരാം. ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നത് അടുത്ത ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ. അതായത് ഞങ്ങൾ ഞായറാഴ്ചയാണ് നമ്മുടെ ഞാവൽ ഇട്ടത്. ഇനിയിപ്പോൾ ഇത് കാണിക്കുന്നത് തിങ്കളാഴ്ച വൈകുന്നേരം 5:30 മണിയാണ് കേട്ടോ. നമ്മൾ നമ്മുടെ കെട്ട് അഴിക്കാനായിട്ട് പോവാണ്. അഴിച്ചതിന് ശേഷം വീണ്ടും നേരത്തെ ചെയ്ത പോലെ തന്നെ നല്ലോണം കുത്തി ഇളക്കി ഉടച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ ഇട്ടിട്ട് ഒറ്റ ദിവസമേ ആയിട്ടുള്ളൂ എങ്കിൽ പോലും ഇതിൽ നിന്ന് നന്നായിട്ട് ജ്യൂസ് ഇറങ്ങാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഞാൻ നിങ്ങൾക്ക് കുറച്ച് ക്ലോസ് ആയിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു കണ്ടിന്യൂസ് ആയിട്ട് 3 ദിവസം നമ്മൾ എന്തായാലും ഇതിനെ നല്ലപോലെ ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ മാക്സിമം നിങ്ങൾ പ്രസ് ചെയ്തിട്ട് നല്ല ശക്തിയിൽ തന്നെ പ്രസ് ചെയ്ത് ഇതിൻ്റെ മാക്സിമം ജ്യൂസ് പുറത്ത് കിടക്കാനുള്ള ഒരു വഴി ഉണ്ടാക്കി കൊടുക്കണം. നല്ല പോലെ കുത്തി ഇളക്കാട്ടോ. ഇതുകൊണ്ട് യാതൊരു പ്രശ്നവും നമ്മളുടെ വൈനിനെ സംഭവിക്കില്ല. എത്രത്തോളം ചെയ്യാൻ പറ്റുമോ അത്രയും നന്നായിട്ട് ഇതിൻ്റെ ജ്യൂസ് ഇറങ്ങാനായിട്ട് ഹെൽപ്പ് ചെയ്യും.
പിന്നെ ഇതിനായിട്ട് ഉപയോഗിക്കുന്ന തടിത്തവി വെള്ളത്തിൻ്റെ നനവില്ലാത്ത ഡ്രൈ ആയിട്ടുള്ള തടിത്തവി പ്രത്യേകം ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നോക്കിയാൽ നല്ല പോലെ ഇതിൽ ജ്യൂസ് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഒരു 5 മിനിറ്റ് മുതൽ ഒരു 10 മിനിറ്റ് വരെ ഇതുപോലെ നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം കേട്ടോ. അത്രയും മതിയാവും. അതിനുശേഷം നല്ല പോലെ ഭദ്രമായിട്ട് കെട്ടി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന സ്ഥലത്ത് തന്നെ കൊണ്ടുപോയിട്ട് വെക്കുക. മാക്സിമം ഇരുട്ട് പിടിച്ച സ്ഥലത്ത് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ചും കൂടി ഒന്ന് ഡാർക്ക്നെസ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊരു കമ്പിളി വെച്ചിട്ട് ഇതിനെ പൊതിഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ലപോലെ ഇരുട്ട് കിട്ടുകയും ചെയ്യും. ഇനി ഞാനൊരു 15 ദിവസത്തിന് ശേഷമുള്ള വീഡിയോ ആണ് കേട്ടോ കാണിക്കുക. അപ്പോൾ 3 ദിവസം നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഇതുപോലെ തന്നെ ചെയ്യാനായിട്ട് മറന്നു പോകരുത്. അങ്ങനെ നമ്മൾ വൈൻ ഇട്ടിട്ട് 15 ദിവസം കഴിഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ കെട്ട് പൊട്ടിച്ചിട്ട് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഉടങ്ങിയ തടിത്തവി ഉപയോഗിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. നോക്കിക്കേ, നമ്മുടെ ജാമുനൊക്കെ നല്ല പോലെ ചുങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇത്രയും ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ആ ഫ്രൂട്ടിൻ്റെ ഷേപ്പൊക്കെ മാറി കളറൊക്കെ ചേഞ്ച് ആയിട്ടുണ്ട്. നല്ലോണം ചുങ്ങിയിട്ട് വന്നിട്ടുണ്ട്. നല്ല പോലെ ഇതിൻ്റെ ക്വാണ്ടിറ്റി കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. വെള്ളമായിട്ട് മാറിയിട്ടുണ്ട്. മേലഭാഗത്താണ് ഇങ്ങനെ കെടുക്കുന്നത്. ഇനി ഇളക്കും തോറും ഇതിനടിയിൽ നല്ലപോലെ ജ്യൂസ് ഇറങ്ങിയതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ നല്ലപോലെ പ്രസ് ചെയ്ത് കൊടുക്കുക, നല്ലോണം ജ്യൂസ് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഈ ഒരു ഞാവൽപ്പഴം എന്ന് പറയുമ്പോൾ അതിനൊരു പരിധിയിൽ വിട്ടിട്ട് അത് എന്താ പറയുക, അളിഞ്ഞൊന്നും പോവില്ല കേട്ടോ. മുന്തിരി എന്ന് പറയുമ്പോഴത്തേക്കും നല്ല പോലെ അത് ചളുങ്ങി പോവും. പക്ഷേ ജാമുനാവുമ്പോൾ അങ്ങനെയല്ല, അതിനൊരു പരിധിയുണ്ട്, അതുവരയ്ക്ക് അത് ആവത്തുള്ളൂ. അപ്പോൾ നല്ലപോലെ തന്നെ പ്രസ് ചെയ്ത് ഇളക്കി നല്ല പോലെ കൊടുക്കുക. അതിനുശേഷം വീണ്ടും നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന സ്ഥലത്ത് തന്നെ കൊണ്ടുപോയിട്ട് എടുത്തു വയ്ക്കുക. കമ്പിളി വെച്ചിട്ട് മൂടി കൊടുക്കുക. അപ്പോൾ നല്ലോണം ഇരുട്ടൊക്കെ കിട്ടും. അങ്ങനെ നമ്മൾ വൈൻ ഇട്ടിട്ട് ഇപ്പോൾ 35 ദിവസം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 35ാമത്തെ ദിവസമാണ് ഞാനിത് കാരമൽ ചെയ്ത് ഒഴിക്കാനായിട്ട് പോകുന്നത്. നല്ലൊരു ഡാർക്ക് ഷെയ്ഡിലേക്ക് നമ്മുടെ വൈനിൻ്റെ കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിലും ഡാർക്ക് കളർ തന്നെ ആയിരിക്കും, കാരണം നമ്മുടെ ജാമുൻ നല്ല ഡാർക്കായിരുന്നു. പക്ഷേ എന്നാലും കുറച്ചും കൂടി ഒരു ഡാർക്ക്നെസ് നമ്മുടെ വൈനിന് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ 1 കപ്പ് പഞ്ചസാരയാണ് ഇവിടെ കാരമൽ ചെയ്യാനായിട്ട് എടുത്തിരിക്കുന്നത്. അത് ഞാനൊരു പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്കൊരു കാര്യം കൂടി പറഞ്ഞു തരാം. നമ്മുടെ വൈനിന് മധുരം കുറവാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി അധികം പഞ്ചസാര കാരമൽ ചെയ്തിട്ട് ഒഴിച്ചാലും മതി കേട്ടോ. അപ്പോൾ ഞാൻ പഞ്ചസാര ഉരുക്കാനായിട്ട് ഇത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിനി പതുക്കെ ഉരുക്കി തുടങ്ങും. അപ്പോൾ ലോ ഫ്ലെയിമിൽ തന്നെ തീ വയ്ക്കാം കേട്ടോ. ഇപ്പോൾ നോക്കിക്കേ, നമ്മുടെ പഞ്ചസാരയൊക്കെ ഉരുകാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഒരു ഡാർക്ക് ബ്രൗൺ കളറിലേക്ക് കളർ ചേഞ്ച് ആയിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കൊരു തവി വെച്ചിട്ട് പതുക്കെ ഇളക്കി കൊടുക്കാം. അപ്പോൾ ലോ ഫ്ലെയിമിൽ തന്നെ തീ വയ്ക്കാം കേട്ടോ. ഇത് കരിയാനായിട്ട് ഒരിക്കലും പാടില്ല. നമ്മുടെ വൈനിൻ്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോവും. അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമുക്ക് നന്നായിട്ട് ഇതിനെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇത് നല്ല പോലെ ഉരുകി കഴിയുമ്പോഴത്തേക്കും നമുക്ക് 1 കപ്പോളം തിളപ്പിച്ച വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ നിങ്ങൾ വെള്ളം കൂടി തിളപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. പെട്ടെന്നായിരിക്കും ഇത് ഉരുകി കിട്ടുന്നത്. അപ്പോൾ വെള്ളം റെഡിയാക്കിയിട്ട് വെക്കാനായിട്ട് മറന്നു പോകരുത്. അങ്ങനെ കുറച്ച് നേരത്തിന് ശേഷം നമ്മുടെ പഞ്ചസാര കംപ്ലീറ്റ് ആയിട്ട് ഉരുകി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ഡാർക്ക് ഷെയ്ഡായിട്ട് തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട സമയമായിട്ടുണ്ട്. അപ്പോൾ ഞാൻ 1 കപ്പോളം തന്നെയാണ് തിളച്ച വെള്ളം എടുത്തിരിക്കുന്നത്. കുറച്ച് നീങ്ങി നിന്നിട്ട് വേണം ഇത് ഒഴിച്ചു കൊടുക്കാൻ, കാരണം ഇതൊന്ന് ചെറുതായിട്ട് പൊട്ടിത്തെറിക്കും കേട്ടോ. അപ്പോൾ കുറച്ച് അകലെ നിന്നിട്ട് ഒഴിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ഇളക്കി കൊടുക്കുകയും വേണം. ചെറുതായിട്ടൊരു ഒട്ടൽ പോലെയൊക്കെ വരും കേട്ടോ, പക്ഷെ അത് കുഴപ്പമില്ല. ഇനി നമ്മൾ ഇതിനെ നന്നായിട്ട് തിളപ്പിച്ചിട്ട് എടുക്കും. ആ ഒരു സമയത്ത് ഇത് ഉരുകിയിട്ട് ഫുള്ളായിട്ട് ഉരുകി നോർമൽ ഇതുപോലെ തന്നെ ഒരു വാട്ടർ കൺസിസ്റ്റൻസിയിൽ തന്നെ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ അത്രയും നേരം നമ്മൾ ഇതിനെ ഒന്ന് തിളപ്പിച്ചിട്ട് എടുക്കണം. ഇതാ നോക്കിക്കേ, നല്ല പോലെ തിള വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ അതിലുണ്ടായിരുന്ന ചെറിയ കട്ടയൊക്കെ ഉടഞ്ഞ് ഇതേ സൂപ്പറായിട്ട് നല്ല കൺസിസ്റ്റൻസിയിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്ര മതിയാവും. നമുക്കിനി തീ ഓഫ് ചെയ്തിട്ട് കൊടുക്കാം. അതിനുശേഷം ഇത് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഇതിനെ തണുപ്പിച്ചിട്ട് എടുക്കണം. ഒരിക്കലും ഈ ചൂടോടുകൂടി നമ്മുടെ വൈനിലേക്ക് ഒഴിക്കരുത് കേട്ടോ. അപ്പോൾ നിങ്ങൾ നോക്കിക്കേ, നല്ല ഡാർക്ക് കളറിൽ നമ്മളുടെ എന്താ പറയുക കാരമൽ ചെയ്തിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ടല്ലോ. അപ്പോൾ ഈ ഒരു കളറ് നമ്മുടെ വൈനിനും കൂടി കിട്ടട്ടെ എന്ന് വിചാരിച്ചു
വിചാരിച്ചിട്ടാണ് കാരമൽ ചെയ്ത് ഒഴിക്കുന്നത്. ഇത് യാതൊരു നിർബന്ധമുള്ള സ്റ്റെപ്പ് അല്ല കേട്ടോ, നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം. ഇല്ല ഡാർക്ക് കളറായിട്ട് ഇരിക്കട്ടെ എന്ന് ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ചെയ്യുകയും ചെയ്യാം. മാത്രമല്ല നമ്മുടെ വൈനിന് കൂടുതൽ മധുരം വേണമെന്നുള്ളവർക്കും കൂടി കുറച്ചും കൂടി മധുരം ആക്കിക്കാനുള്ള ഒരു മാർഗം കൂടിയാണ് കേട്ടോ ഈ കാരമൽ ചെയ്ത് ഒഴിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ കാരമൽ സിറപ്പ് അവിടെ നമ്മൾ ചൂടാറാനായിട്ട് വെച്ചിട്ടുണ്ട്. തണുത്തതിന് ശേഷമാണ് ഇത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. നമ്മുടെ ഭരണിയുടെ കെട്ടൊക്കെ വീണ്ടും അയച്ച് നോക്കിയപ്പോഴത്തേക്ക് എന്താ നോക്കിക്കുക, നല്ലപോലെ ജ്യൂസ് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് എന്താ പറയുക, ഞാവലായതുകൊണ്ട് തന്നെ ഇത്രയൊക്കെ തന്നെ ഇത് ഉടഞ്ഞ് കിട്ടുള്ളൂ കേട്ടോ. മുന്തിരി പോലെ ഉടയുമെന്നുള്ള ഒരു എക്സ്പെക്റ്റേഷനിൽ ഇരിക്കരുത്, ഇത്രയൊക്കെ തന്നെ കിട്ടുള്ളൂ. പിന്നെ നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ഷമിക്കാൻ തയ്യാറാണെങ്കിൽ 41 ദിവസം വെച്ചിട്ട് കാരമൽ ചെയ്താലും മതി, ഒരു പ്രശ്നവുമില്ല. അപ്പം ഞാൻ 35 ദിവസമായപ്പോൾ ചെയ്ത് കൊടുക്കണം. നല്ലപോലെ ഒന്നും കൂടി ഉടച്ച് വേണമെങ്കിൽ കൊടുക്കാം കേട്ടോ. അതിനുശേഷം നമുക്ക് ഇത് അരിച്ചെടുക്കണം. അപ്പോൾ അതിനുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് പോവാണ്. ഞാൻ അത്യാവശ്യം വലിപ്പമുള്ള ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് നല്ല വൃത്തിയുള്ള ഒരു തോർത്താണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അല്ലെങ്കിൽ കോട്ടൻ്റെ ഏതെങ്കിലും തുണി ഇട്ട് കൊടുക്കുക. പക്ഷെ വൈറ്റ് കളറായാൽ നല്ലത് എന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നമ്മളിത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ ഇതിൽ കൊറ്റൻ വീഴും. അപ്പോൾ അതും കൂടി നല്ല പോലെ പിഴിഞ്ഞ് എടുക്കണം കേട്ടോ. കൊറ്റൻ അതിൽ വീഴാണ്ടിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ ഇട്ട് വെച്ചിരുന്ന അതേ ഭരണിയിലേക്ക് തന്നെയാണ് കേട്ടോ ഇനിയും ഞാൻ ഇതിൻ്റെ ഈ ജ്യൂസ് ഒഴിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഭരണി നല്ല പോലെ ക്ലീൻ ചെയ്തിട്ട് എടുക്കണം. നല്ല വൃത്തിയുള്ള ഒരു തുണി ഉപയോഗിച്ച് നല്ലപോലെ തുടച്ചെടുത്താൽ മതി, ഒരിക്കലും വെള്ളം ഉപയോഗിച്ച് കഴുകരുത്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ജ്യൂസ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഒരു ഇഡ്ഡലി ചെമ്പ് നിറച്ച് ജ്യൂസ് എനിക്ക് ഇതിൻ്റെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. വൈനെന്ന് ഇതിനെ പറയാൻ പറ്റും, എന്നാലും ഞാൻ ജ്യൂസ് എന്നാണ് പറയുന്നത്. 41 ദിവസം കഴിഞ്ഞ് ഇതിനെ എടുക്കുമ്പോഴാണ് ഞാൻ ഇതിനെ വൈനെന്ന് വിളിക്കാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഒഴിച്ചു കൊടുത്ത് കഴിഞ്ഞു. നല്ല ഡാർക്ക് കളർ ഇപ്പോഴേ ഇതിന് ഉണ്ട് കേട്ടോ. എന്നാലും നമ്മൾ കാരമൽ ചെയ്ത് വെച്ചിരിക്കുന്ന സിറപ്പ് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ കാരമലിൻ്റെ ഇതിനും ഭയങ്കര കളറാണ് കേട്ടോ, നല്ല ഡാർക്ക് കളറിൽ കിട്ടിയിട്ടുണ്ട്, എന്നാൽ കരിഞ്ഞു പോയിട്ടുമില്ല. അപ്പം നമ്മളിത് വീണ്ടും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പോവാണ്. ഇത് 1 ഗ്ലാസോളാണ് കേട്ടോ എനിക്ക് കിട്ടിയിരിക്കുന്നത്. അത് ഞാൻ നമ്മുടെ വൈനിലേക്ക് ഒഴിച്ചു കൊടുത്തു, കംപ്ലീറ്റ് ആയിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളൊരു തവി വെച്ചിട്ട് വീണ്ടും നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. വൈനും കാരമൽ ചെയ്തതും തമ്മിൽ നല്ല പോലെ മിക്സായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഉപയോഗിച്ച പഞ്ചസാരയുടെ അളവ് ഞങ്ങൾക്ക് കറക്റ്റായിരുന്നു. ഞങ്ങൾക്ക് ഇച്ചിരി മധുരം വേണം, അതുകൊണ്ടാണ് 3 കിലോ ഉപയോഗിച്ചത്. അപ്പോൾ കുറവ് മധുരം വേണ്ടവർ 2 കിലോ ഉപയോഗിച്ചാൽ മതിയാവും, അല്ലെങ്കിൽ അതിലും കുറവ് ഉപയോഗിക്കുക. നിങ്ങളുടെ ഇഷ്ടത്തിനാണ് മധുരത്തിൻ്റെ കണക്കൊക്കെ ചെയ്യേണ്ടത്. ഇനി നമുക്ക് വീണ്ടും ഇത് അടച്ചു കൊടുക്കാം, നല്ല പോലെ കെട്ടി വയ്ക്കണം. ഞാൻ ഇനി ഇതൊരു 10 ദിവസം കൂടി വെക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 41 ദിവസം കഴിയും, എന്നാൽ പോലും 10 ദിവസം കൂടി വെച്ചാലും കുഴപ്പമില്ല, കാരണം നമ്മളെല്ലാം പിഴിഞ്ഞെടുത്ത് കഴിഞ്ഞല്ലോ. അപ്പോൾ ഇനി അത് എത്ര ദിവസം വെച്ചാലും കുഴപ്പമൊന്നും വരാൻ പോകുന്നില്ല. എന്നാലും 10 ദിവസമാണ് ഞാൻ വെക്കുന്നത്. അപ്പോൾ വീണ്ടും കെട്ടി കൊടുത്തിട്ടുണ്ട്. ഇനി വീണ്ടും നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന അതേ സ്ഥലത്ത് തന്നെയാണ് കൊണ്ടുവയ്ക്കാനായിട്ട് പോകുന്നത്. ഇത് നമ്മുടെ 45ാമത്തെ ദിവസമാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇടയ്ക്കൊരു യാത്ര പോയിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് 41-ന് എടുക്കാഞ്ഞേ. അപ്പോൾ 41-ന് എടുക്കുന്നവർക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ നല്ല ഡാർക്ക് കളറിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ തെളിയാണ് ഊറ്റിയെടുക്കുന്നത്. അടിവശം വീഴാതെ തെളി മാത്രം ഇതിലേക്ക് ഊറ്റിയെടുക്കാനായിട്ട് ട്രൈ ചെയ്യണം കേട്ടോ. അപ്പോൾ ഇളക്കാണ്ട് എടുക്കാൻ, അതായത് നമ്മുടെ ഭരണി ഒരിക്കലും കുലുങ്ങാണ്ട് എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. ശരത്തേട്ടൻ ചെറുതായിട്ടൊന്ന് കുലുക്കിയായിരുന്നു, അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് ചെറിയ തരിതരിപ്പൊക്കെ അതിൻ്റെ മേലേക്ക് വന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ഒട്ടും ഭരണി എനക്കാതെ എടുക്കണം, അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ വൈൻ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോയിൽ കാണുമ്പോൾ എന്തോ ഒരു പാട പോലെ എനിക്ക് തോന്നുന്നുണ്ട്, പക്ഷെ നേരിട്ട് അങ്ങനെ ഇല്ല കേട്ടോ, ചിലപ്പോൾ ലൈറ്റിൻ്റെ ആയിരിക്കും. ഫോട്ടോയിൽ കാണിച്ചിരിക്കുന്നത് ഒന്ന് നമ്മൾ കാരമൽ ചെയ്ത് ഒഴിച്ചതിന് ശേഷമുള്ള വൈനും ഒന്ന് കാരമൽ ചെയ്യാത്ത വൈനുമാണ് കേട്ടോ. രണ്ടിൻ്റെയും കളർ ഡിഫറൻസ് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് ഫോട്ടോ അങ്ങനെ എടുത്തുവെന്നേ ഉള്ളൂ. അപ്പോൾ കളറിൻ്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ, ടേസ്റ്റൊക്കെ സെയിം തന്നെയാണ്. അപ്പോൾ ഇതിനി നമ്മൾ എത്ര കാലം എടുത്തു വെച്ചാലും ഇതിൻ്റെ വീര്യം കൂടി കൂടി വരുള്ളൂ. ഇപ്പോഴേ ഇതിന് അത്യാവശ്യം വീര്യമുള്ള വൈനാണ് കേട്ടോ. നല്ല ഡാർക്ക് കളറുമാണ്, കാണാനും നല്ല ഭംഗിയായിട്ടുണ്ട്. അപ്പോൾ ഈ ക്രിസ്മസിന് എല്ലാവരും ഇങ്ങനെയൊന്ന് വൈൻ ഉണ്ടാക്കി നോക്കണം. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ, ഞാൻ പറയാതിരിക്കാൻ വൈൻ, ഞാൻ ഉണ്ടാക്കിയോണ്ട് പറയുന്നതല്ല, പക്ഷേ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു, നല്ല വീര്യം ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കട്ടെ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരയ്ക്കും ബൈ, ടേക്ക് കെയർ.